യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് പ്രഭാത ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പഴയ നിയമത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പാത്രങ്ങൾ കുറവായിരിക്കരുത്. പാത്രങ്ങൾ കുറവായിരിക്കരുത്. പലപ്പോഴും ദൈവിക അനുഗ്രഹം പ്രാപിക്കുന്നതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുന്നത് പാത്രങ്ങളുടെ കുറവാണ്, ഒരുക്കപ്പെട്ട പാത്രങ്ങളുടെ അഭാവമാണെന്ന് പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയും എലീശയുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിനാധാരമായ ഭാഗം 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. പ്രവാചകൻ്റെ ശിഷ്യനായിരുന്ന ദാസൻ ഒരു ദൈവഭക്തനായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ ഭവനത്തിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് അനവധി പ്രതിസന്ധികൾ വന്നപ്പോൾ വളരെയധികം ഭയത്തോടും സങ്കടത്തോടും കൂടെ നിലവിളിച്ചുകൊണ്ട് പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ എലീശ പ്രവാചകൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലുന്നതാണ് ഇതിനാധാരമായിരിക്കുന്ന സാഹചര്യം. പ്രവാചക ശിഷ്യൻ യഹോവ ഭക്തനായിരുന്നിട്ടും അദ്ദേഹം മരിക്കുകയും ആ ഭവനം കടത്താൽ പിടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ അനേക ഭവനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് കുടുംബനാഥൻ അഥവാ ഗൃഹനാഥൻ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ വലിയ കടങ്ങൾ വിധവയായ ആ സഹോദരി മക്കളും ചേർന്ന് വീട്ടേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ഈ സഹോദരിക്ക്, പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയ്ക്ക് പോകേണ്ട ഇടം നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഒന്നാമതായിട്ട് ആ ഭവനത്തിനെ കടന്നു പിടിച്ചത് മരണമാണെങ്കിൽ, രണ്ടാമതായിട്ട് കടമാണ്, മൂന്നാമതായിട്ട് വലിയൊരു അടിമത്തത്തിലേക്ക് തൻ്റെ മക്കൾ മാറ്റപ്പെടുവാൻ സാധ്യതയുണ്ട്. കടക്കാർ വന്ന് തൻ്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോകുമോ എന്നുള്ള ഭയം വന്നപ്പോൾ അവൾ ഓടി പ്രവാചകൻ്റെ അടുക്കൽ ചെന്നിട്ട് വസ്തുതകളൊക്കെയും പറയുകയാണ്. അവിടെ പ്രവാചകൻ നമുക്ക് ഏവർക്കും സുപരിചിതമായ ഭാഗമാണ്. പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, നിന്റെ ഭവനത്തിൽ എന്തുണ്ട്? അവൾ പറയുന്നുണ്ട്, 1 ഭരണി എണ്ണയല്ലാതെ എൻ്റെ വീട്ടിൽ ഒന്നുമില്ല. 2-ാം വാക്യം. അതിന് മറുപടിയായിട്ട് പ്രവാചകൻ പറയുന്നു, നിന്റെ വീട്ടിൽ പാത്രങ്ങൾ കുറവാണെങ്കിൽ നീ അയൽപ്പക്കങ്ങളിലൊക്കെയും ചെന്ന് നിനക്ക് കളക്ട് ചെയ്യാവുന്നിടത്തോളം, നിനക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നിടത്തോളം പാത്രങ്ങൾ ശേഖരിക്കുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. അടിവരയിട്ട് ഊന്നി എലീശ പ്രവാചകൻ പറയുന്ന ഒരു സന്ദേശമാണ് പാത്രങ്ങൾ കുറവായിരിക്കരുത്. 1 ഭരണി എണ്ണ മാത്രം വീട്ടിലുള്ള പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയായ സഹോദരി ചുറ്റുപാടുമുള്ള അയൽപക്ക വീടുകളിലേക്കൊക്കെ ഓടിപ്പോയി പാത്രങ്ങൾ ശേഖരിക്കുവാൻ തുടങ്ങുന്നെങ്കിൽ ആ യാത്രയിൽ അവളുടെ ഭൗതിക പാത്രങ്ങൾ ശൂന്യമാണെങ്കിൽ അവളുടെ ജീവിതത്തിൽ ചില ആത്മീയ പാത്രങ്ങൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു എന്നുള്ള വചന സത്യത്തെ ഇന്ന് പകൽക്കാലം കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. കേവലം ഒരു തുരുത്തി എണ്ണ പകരുവാൻ എത്ര പാത്രം വേണ്ടിവരും? എന്നാൽ ഇവിടെ നാം കാണുന്നു, അവൾ ചുറ്റുപാടുമുള്ള എല്ലാ ഭവനങ്ങളിലും പോയി തനിക്കെടുക്കാവുന്നിടത്തോളം പാത്രങ്ങൾ കൊണ്ട് തൻ്റെ ഭവനം നിറയ്ക്കുകയാണ്. ആ ഉദ്യമത്തിന് അവളെ പ്രേരിപ്പിക്കുന്നത് തൻ്റെ ആത്മീയ ജീവിതത്തിൽ നിറഞ്ഞു കവിഞ്ഞ ചില പാത്രങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ പാത്രം അവളുടെ വിശ്വാസമാകുന്ന പാത്രമാണ്. കേവലം 1 ഭരണി എണ്ണ പകരുവാനായി ഒരുപാട് പാത്രങ്ങൾ വേണമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ അത് ദൈവിക ശബ്ദമായിട്ടും ദൈവിക ആലോചനയായിട്ടും വിശ്വാസത്തോടെ താൻ ഉൾക്കൊള്ളുകയായിരുന്നു. നമ്മളോടാണ് പ്രവാചക ശിഷ്യൻ ഈ കാര്യം പറയുന്നെങ്കിൽ ബുദ്ധിയുടെ ഒരു കണക്കുകൂട്ടലുകൾ നാം നടത്തും, അല്ലേ? 1 ഭരണി എണ്ണ പകരുവാൻ എത്ര പാത്രം വേണ്ടിവരും? ഇവിടെ ബുദ്ധിയെ പൂർണ്ണമായി മാറ്റിവെച്ചിട്ട് പ്രവാചകൻ്റെ ശബ്ദത്തെ ദൈവിക ശബ്ദമായി അവൾ ഉൾക്കൊണ്ടുകൊണ്ട് ബുദ്ധിയെല്ലാം തച്ചുടച്ചുകൊണ്ട് അവളുടെ വിശ്വാസത്തിൻ്റെ പാത്രം നിറഞ്ഞു കവിയുകയാണ്. ആ വിശ്വാസത്തിൻ്റെ പാത്രം നിറഞ്ഞതാണ് അവളുടെ ആത്മീയ ജീവിതത്തിലെ ഒന്നാമത്തെ നിറവിൻ്റെ പാത്രം. ഇതൊക്കെയും അവൾ അയൽപ്പക്കങ്ങളിലേക്ക് ഓടുന്ന സമയത്ത്, ഭൗതിക പാത്രങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് നിറഞ്ഞു കവിയുന്ന അവളുടെ ആത്മീയ പാത്രങ്ങളാണ്. രണ്ടാമതായിട്ട് അവളുടെ ദൈവാശ്രയത്തിൻ്റെ പാത്രമാണ് നിറഞ്ഞിരിക്കുന്നതെന്ന് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തെ ആശ്രയിച്ച് ജീവിച്ച തൻ്റെ ഭർത്താവ് മരിച്ചു പോയെങ്കിലും തൻ്റെ ഭർത്താവ് കാണിച്ചു തന്ന
അതേ പാത പിന്തുടർന്നുകൊണ്ട് അവൾ പ്രവാചകനിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിലും ആശ്രയിക്കുകയാണ്. ദൈവത്തിൻ്റെ ആശ്രയമാണ് അവളുടെ രണ്ടാമത്തെ ആത്മീയ പാത്രം നിറഞ്ഞു കവിയുന്നത്. അവൾ ആശ്രയിച്ചത് ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന, അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുന്ന സർവശക്തനായ ദൈവത്തിലാണ്. ആ ആശ്രയമാണ് അവളെ അയൽപ്പക്കങ്ങളിൽ പോയി പരമാവധി പാത്രങ്ങൾ സ്വീകരിക്കുവാൻ, ശേഖരിക്കുവാൻ അവളുടെ ഉള്ളത്തിൽ ഒരു ആലോചന നൽകിയത്. അങ്ങനെയെങ്കിൽ ഭൗതിക പാത്രങ്ങൾ കുറവായിരുന്നിട്ടും അവളുടെ ഒന്നാം പാത്രമായിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പാത്രവും അവളുടെ ആത്മീയ ജീവിതത്തിൻ്റെ രണ്ടാം പാത്രമായിരിക്കുന്ന ആശ്രയത്തിൻ്റെ പാത്രവും നിറഞ്ഞു കവിയുകയാണ്. ഇവിടെ വിശ്വാസവും ആശ്രയവും ആകുന്ന പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അടുത്തത് അത്ഭുതമാണ്. വിശ്വാസത്തിലൂടെയും പ്രത്യാശയിലേക്ക് അവളെ നയിക്കുന്നു. മൂന്നാമതായിട്ട് അവളുടെ ആത്മീയ ജീവിതത്തിലുണ്ടായിരുന്ന മറ്റൊരു പാത്രമാണ് അനുസരണത്തിൻ്റെ പാത്രം. ഭൗതികമായി വിശ്വസിക്കുവാൻ പറ്റാത്ത ഒരാലോചനയെ വിശ്വാസത്തിലൂടെ അവർ യാഥാർത്ഥ്യമാക്കുവാൻ ശ്രമിക്കുകയാണ്. പ്രവാചക ശിഷ്യൻ പറഞ്ഞു, നീ അകത്ത് കയറി നീയും മക്കളും വാതിലടച്ചിട്ട് നിറയുന്ന എണ്ണ മുഴുവൻ പകർന്ന് പരമാവധി പാത്രങ്ങളിലാക്കണം. തൻ്റെ പക്കൽ കേവലം ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ എങ്കിലും അവൾ പൂർണ്ണമായിട്ട് പ്രവാചകൻ്റെ ശബ്ദത്തെ അനുസരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയുടെ ജീവിതത്തിലുണ്ടായിരുന്ന മറ്റൊരു നിറവിൻ്റെ പാത്രമാണ് അനുസരണത്തിൻ്റെ പാത്രം. ദൈവാശ്രയത്തിൻ്റെ പാത്രവും അനുസരണത്തിൻ്റെ പാത്രവും വിശ്വാസത്തിൻ്റെ പാത്രവും പ്രത്യാശയുടെ പാത്രവും. എന്താണ് പ്രത്യാശ? ഒരു വകയും കാണുന്നില്ല. കടമാണ് തൻ്റെ ഭവനത്തിനകത്ത്. അടിമത്തത്തിലേക്ക് തൻ്റെ കുടുംബം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മരണത്തിൻ്റെ ദുഃഖം തീർന്നിട്ടില്ല. അങ്ങനെ അടിക്കടി നിരവധി ഭാരങ്ങളും പ്രയാസങ്ങളും തൻ്റെ ജീവിതത്തെ വന്ന് മൂടുമ്പോഴും അവൾക്കൊരു പ്രത്യാശയുണ്ട്. എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവം ഉയരങ്ങളിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായി മരിച്ചതുകൊണ്ട് അവനെ ഓർക്കുന്ന ഒരു ദൈവം ജീവിച്ചിരിക്കുന്നു. ആ ദൈവം എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന് അവൾ പ്രത്യാശിക്കുകയാണ്. അങ്ങനെ തൻ്റെ ഭൗതിക ജീവിതത്തിലെ പാത്രങ്ങൾ വളരെ ശൂന്യവും കുറവുള്ളതുമായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ആധ്യാത്മിക ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന 4 പാത്രങ്ങളാണ് അവളെ ഈ വലിയൊരു അത്ഭുതത്തിലേക്ക് നയിക്കുന്നത്. അനുസരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഒക്കെ പാത്രങ്ങൾ നിറഞ്ഞ അവൾ അയൽപ്പക്കങ്ങളിൽ പോയി തനിക്ക് പറ്റുന്നിടത്തോളം പാത്രങ്ങൾ ശേഖരിച്ച് തൻ്റെ ഭവനത്തിനകത്ത് കൊണ്ടുവരികയാണ്. അതിനുശേഷം അവളും മക്കളും മുറിക്കകത്ത് കയറി അത് അടയ്ക്കുകയും ദൈവാലോചന പ്രകാരം പ്രവാചകൻ പറഞ്ഞതുപോലെ എണ്ണ നിറഞ്ഞു കവിയുകയും ചെയ്യുകയാണ്. നിറഞ്ഞു കവിയുന്ന എണ്ണ പകർന്ന് ഉള്ള പാത്രങ്ങളിലെല്ലാം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് മാതാവ് പറയുമ്പോൾ മക്കൾ പറയുന്നൊരു മറുപടിയാണ്, പാത്രങ്ങൾ തീർന്നുപോയി. പാത്രങ്ങൾ തീർന്നതോടുകൂടി അവിടുത്തെ അത്ഭുതത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വരവും നിൽക്കുകയാണ്. എന്നാൽ ആ നിറഞ്ഞ എണ്ണ കൊണ്ട് വിറ്റിട്ട് ആ ലഭിച്ച പണം കൊണ്ട് അവളുടെ മുഴുവൻ കടവും തീർക്കുവാനും ഒരു ശേഷിപ്പ് അവിടെ ഉണ്ടാകുവാനും ആ ശേഷിപ്പ് കൊണ്ട് താനും മക്കളും സുഖമായി ജീവിക്കുവാനും പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഇതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ അനുസരിച്ച് കഷ്ടം വന്നാലും പ്രയാസം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും ദൈവത്തെ തള്ളിക്കളയാതെ തൻ്റെ മുൻ തലമുറക്കാർ കാണിച്ചു തന്ന വിശ്വാസപാതയിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് ഭൗതിക പാത്രങ്ങൾ കുറവാണെങ്കിലും ദൈവത്തിന് തക്ക സമയത്ത് ഒരു ശേഷിപ്പിനെ ഭവനത്തിൽ തരുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ശൂന്യമായ പാത്രങ്ങളെ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആശ്രയത്തിൻ്റെ പാത്രവും വിശ്വാസത്തിൻ്റെ പാത്രവും അനുസരണത്തിൻ്റെ പാത്രവും പ്രത്യാശയുടെ പാത്രവും നിറഞ്ഞു കവിയുവാൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കാം. ആ പാത്രങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ ശത്രുവായവൻ അല്ലെങ്കിൽ പരീക്ഷകൻ കൊണ്ടുവയ്ക്കുന്ന ഏത് തടസ്സങ്ങളെയും അതിജീവിച്ചിട്ട് ഒരു വലിയ ശേഷിപ്പിലേക്ക് പോകുവാൻ സാധിക്കും. എന്നാൽ ഇതിലൊരു മറുവശമുണ്ട്. ചില സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഭൗതിക പാത്രങ്ങൾ ഒരുപാടുണ്ടായിരിക്കും. ഭൗതിക
വസ്തുക്കൾ ഒരുപാടുണ്ടായിരിക്കും. എന്നാൽ നിറയേണ്ട പാത്രങ്ങൾ ദൈവാശ്രയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പ്രത്യാശയുടെയും പാത്രങ്ങൾ ശൂന്യമാണെങ്കിൽ ഈ ഭൗതിക പാത്രങ്ങൾ നമുക്ക് യാതൊരു നന്മയും യാതൊരു സന്തോഷവും സമാധാനവും തരുന്നില്ല എന്നുള്ള വേദപുസ്തക സത്യമാണ് ഇന്ന് പകൽക്കാലം കൈമാറുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കൊന്ന് ശോധന ചെയ്യാം. എൻ്റെ ഉള്ളിലുള്ള ഈ 4 പാത്രങ്ങൾ എത്രമാത്രം നിറവുണ്ട്? ആ പാത്രങ്ങൾ നിറഞ്ഞു കവിയുന്നുണ്ടോ? എൻ്റെ ദൈവാശ്രയം നിറഞ്ഞു കവിയുന്നതാണോ? എൻ്റെ വിശ്വാസം നിറഞ്ഞു കവിയുന്നതാണോ? എൻ്റെ ദൈവത്തിലുള്ള വചനങ്ങളുടെ അനുസരണം നിറഞ്ഞു കവിയുന്നതാണോ? എൻ്റെ പ്രത്യാശ എത്രമാത്രം നിറവുള്ളതാണ്? ഇത് നിറവുള്ളതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ശൂന്യതകളും, അത് ഏത് മേഖലയിലെ ശൂന്യതയാണെങ്കിലും അത് ശേഷിപ്പാക്കി മാറ്റിത്തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ശൂന്യതകൾ ശേഷിപ്പുകളായി മാറട്ടെ. ആമേൻ.